നമ്മൾ ഐസോപെരിമെട്രിക് പ്രോബ്ലംസ് കണ്ടു. അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ്. സോ നമ്മളിവിടെ ഈ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാൽക്കുലസ് ഓഫ് വേരിയേഷനിലെ പ്രോബ്ലംസ് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതാണ്. സോ ഒരു ടൈപ്പാണ് ഈ ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ പ്രോബ്ലം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് ദ പോയിന്റ്സ് എക്സ് വൈ ദാറ്റ് yield സ്റ്റേഷനറി വാല്യൂസ് for a function z equal to f of xy. Okay, so നമുക്ക് എന്താണ്, we want to find the points xy. നമുക്ക് x ഉം y ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. We want to find the points ordered per xy. That is, we want to find x and y that yield stationary values for the function z equal to f of xy. ഒരു ഫംഗ്ഷന്റെ സ്റ്റേഷനറി വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എനിവേ മാക്സിമം അഥവാ മിനിമത്തിനെയാണ് സ്റ്റേഷനറി വാല്യൂസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ദാറ്റ് മീൻസ് എന്താണ്, ഈ സ്റ്റേഷനറി വാല്യൂസ് അതായത് മാക്സിമം മിനിമം പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒക്കെ ചെയ്യുന്ന എപ്പോഴാണ്, ഈ ഫംഗ്ഷൻ z equal to f of xy സ്റ്റേഷനറി വാല്യൂസ് തരുന്നത് എന്താണ്, അതിന്റെ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്ന പോയിന്റ്സിലാണ് സ്റ്റേഷനറി വാല്യൂസ് തരുന്നത്. അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. സോ ഒരു കണ്ടീഷൻ ഇതാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഓർഡേർഡ് പെർ എക്സ് വൈ ആണ്. സോ സച്ച് ദാറ്റ് എന്താണ്, ഈ ഫംഗ്ഷൻ z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ പോയിന്റ്സ് കൊടുത്തിരിക്കുന്ന എക്സും വൈയും. സോ കറസ്പോണ്ടിംഗ്ലി z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് സ്റ്റേഷനറി വാല്യൂ ആയിരിക്കണം കിട്ടുക. അതായത് ഒന്നെങ്കിൽ എന്താണ്, അത് മാക്സിമം ആയിരിക്കണം, മിനിമം ആയിരിക്കണം, അഥവാ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കണം. വേർ ഹൗവർ ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. എക്സും വൈയും രണ്ടും ഇൻഡിപെൻഡന്റ് അല്ല. അതായത് ഇപ്പോൾ എക്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആയിരിക്കും. അങ്ങനെ but are constrained by a side condition. ഈ എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ കണ്ടീഷൻ. സൈഡ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. ഈ സൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് ആ വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് റിലേറ്റഡ് ബൈ ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമ്മുടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, വി ഹാവ് ടു ഫൈൻഡ് ദ പോയിന്റ് എക്സ് വൈ such that z equal to f of xy has a stationary value. z equal to f of xy ക്ക് stationary value ആയിരിക്കണം, subject to the constraint g of xy is equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ നേരത്തെ ഐസോപെരിമെട്രിക് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു, നമുക്കൊരു ഇന്റഗ്രലിനെ മാക്സിമൈസ് ചെയ്യണം അഥവാ മിനിമൈസ് ചെയ്യണം സബ്ജക്ട് ടു എ കൺസ്ട്രെയിന്റ്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമുക്കൊരു പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓർഡർഡ് പെർ എക്സ് വൈ എന്ന് പറയുന്നത്. സബ്ജക്ട് ടു ദി കണ്ടീഷൻ എന്താണ്, ഒരു ഇന്റഗ്രലിന് മാക്സിമം അഥവാ മിനിമം കിട്ടണം എന്നല്ല. നമുക്കിവിടെ എന്താണ്, ഈ ഫംഗ്ഷൻ സ്റ്റേഷനറി വാല്യൂ ആയിരിക്കണം. z equal to f of x അറ്റൈൻ സ്റ്റേഷനറി വാല്യൂ ആയിരിക്കണം. സബ്ജക്ട് ടു ദ കണ്ടീഷൻ അവിടുത്തെ പോലെ തന്നെ ഒരു സൈഡ് കണ്ടീഷൻ തരും, അതിവിടെ g of x y is equal to 0 എന്നാണ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഇതെങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ദി യൂഷ്വൽ പ്രൊസീജിയർ, ഈ സാധാരണഗതിയിൽ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡ് അല്ല, സാധാരണ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന ആദ്യം പറഞ്ഞിട്ടാണ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡിലേക്ക് പോകുന്നത്. ദ യൂഷ്വൽ പ്രൊസീജിയർ ഈസ് ടു ആർബിട്രറിലി ഡെസിഗ്നേറ്റ് വൺ ഓഫ് ദി വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻ 5. അതായത് ഈ ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എക്സ് ആൻഡ് വൈ ഇൻ 5 ആസ് ഇൻഡിപെൻഡൻറ്റ്, സേ എക്സ്. അതായത് എക്സും വൈയും രണ്ടും ഇൻഡിപെൻഡന്റ് അല്ല എന്ന് ഇവിടെ പറഞ്ഞു. സോ നമ്മൾ യൂഷ്വലി ചൂസ് ചെയ്യുക എക്സിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആയിട്ടുമാണ് നമ്മൾ എടുക്കുക. സോ അങ്ങനെ തന്നെ ഇവിടെയും ചൂസ് ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് dy by dx ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം എന്താണ്, സോ നമ്മൾ എടുക്കുന്ന എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ ജി എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ ആദ്യം എന്താണ് ഡോ ജി ബൈ ഡോ എക്സ് പ്ലസ് എന്തും കൂടെ വരും, അതായത് ടോട്ടൽ ഡെറിവേറ്റീവ്. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ ആദ്യം അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ ജി ബൈ ഡോ എക്സ് കിട്ടും. പ്ലസ് അടുത്ത എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡോ ജി ബൈ ഡോ വൈ. ഇൻറ്റു എന്തും കൂടെ ചെയ്യണം, വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആണ്, സോ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ജി ഓഫ് എക്സ് വൈ 0 ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ 0. അങ്ങനെയാണ് ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് എനിക്ക് dy by dx കണ്ടുപിടിക്കാം. സോ അതവിടെ നിൽക്കട്ടെ. dy by dx ഈക്വേഷനിൽ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, dy by dx എന്ന് പറഞ്ഞാൽ അത് മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ബൈ എന്താണ് ഡോ ജി ബൈ ഡോ വൈ. സോ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ, ഞാനത് എഴുതുന്നില്ല. dy by dx ഇതിൽ നിന്ന് എഴുതിയാൽ എന്ത് കിട്ടും, മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ബൈ ഡോ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. dy by dx നമുക്ക് ഇതിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ,
ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വി നെക്സ്റ്റ് യൂസ് ദ ഫാക്ട് ദാറ്റ് സിൻസ് സെഡ് ഈസ് നൗ എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. ഈ സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് പറഞ്ഞത്. എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്, അതായത് വൈയെ നമുക്ക് എക്സിന്റെ ടേംസിൽ എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ സെഡ് മൊത്തത്തിൽ എന്തിന്റെ ഫംഗ്ഷനായി? എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഫംഗ്ഷനായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഇസഡ് ബൈ ഡി എക്സ്, സെഡിനകത്ത് മൊത്തത്തിൽ ഒറ്റ വേരിയബിൾ ആക്കി മാറ്റാം എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഇസഡ് ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. Since z is now a function of x alone, dz by dx equal to 0 is a necessary condition for z to have a stationary value. നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ z equal to f of x by സ്റ്റേഷണറി വാല്യൂ അറ്റൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞു സ്റ്റേഷണറി വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമം അഥവാ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, ഇതിനാണ് സ്റ്റേഷണറി വാല്യൂസ് എന്ന് വിളിക്കുക. സോ സ്റ്റേഷണറി വാല്യൂസ് എപ്പോഴും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാക്സിമത്തിലും മിനിമത്തിലും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും എല്ലാം ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇസ് മൊത്തത്തിലെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയി. സോ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, എന്നാലേ സ്റ്റേഷണറി വാല്യൂ ആവും. സോ ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇനി ഇവിടെ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈയുടെ ടോട്ടൽ ഡെറിവേറ്റീവ് എടുത്ത പോലെ ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതെന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു എന്തും കൂടെ വരും? ഡി വൈ ബൈ ഡി എക്സ്. സോ അതാണ് ഡി സെഡ് ബൈ ഡി എക്സ് ഇസ് നമ്മൾ ഈ ജിയുടെ ഡെറിവേറ്റീവ് എടുത്ത പോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ചെയിൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡി സെഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കൊടുത്തു. സോ നമുക്ക് ഈ റിലേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇവിടെ ഈ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടല്ലോ, ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നിന്ന് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ബൈ ഡോ ജി ബൈ ഡോ വൈ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ എന്താവും? ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എന്ത് വരും? ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന് പകരം ഞാൻ കൊടുക്കുന്നു മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ബൈ ഡോ ജി ബൈ ഡോ വൈ. നോക്ക്, ഡി വൈ ബൈ ഡി എക്സിന് പകരം മൈനസ് കൊടുത്തപ്പോൾ ഈ മൈനസ് പിന്നെ എന്തായി? ഡോ ജി ബൈ ഡോ എക്സ് ബൈ ഡോ ജി ബൈ ഡോ വൈ. സോ ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. സോ ഇത് നമ്മൾ ആ ഫംഗ്ഷൻ സ്റ്റേഷണറി വാല്യൂ അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. സോ ഓൺ സോൾവിങ് 5 and 6 നമ്മുടെ പ്രോബ്ലം ഇതായിരുന്നു. നമുക്ക് ഓർഡേർഡ് പെയർ എക്സ് വൈ ആ പോയിന്റ് കണ്ടുപിടിക്കണം. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സ്റ്റേഷണറി വാല്യൂ അസ്യൂം ചെയ്യും സബ്ജക്ട് ടു ദ കണ്ടീഷൻ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. സോ നമുക്ക് ഈ തന്ന പ്രോബ്ലത്തിനെ നമുക്കിനി ഏതൊക്കെ റിലേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം? ഈ ഇക്വേഷൻ 5 ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനും പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഈ കണ്ടീഷൻ ഡോ എഫ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് ബൈ ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0. അതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ഓൺ സോൾവിങ് 5 and 6 simultaneously. സോ 5 എന്ന് പറയുന്ന ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആ ഗിവൺ സൈഡ് കണ്ടീഷൻ, ആ കണ്ടീഷനും നമ്മളിപ്പോൾ ഡിറൈവ് എടുത്തെടുത്ത് ഈ കണ്ടീഷനും കൂടെ ആ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് എക്സ് വൈ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇങ്ങനത്തെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ലെഗ്രാഞ്ചസ് മൾട്ടിപ്ലൈ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമുക്ക് പോയിന്റ് എക്സ് വൈ കണ്ടുപിടിക്കണം such that z equal to f of xy stationary value assume ചെയ്യും subject to the condition g of xy equal to 0. So question is z equal to f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ g of xy equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ, അതിൽ നിന്ന് g of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. സോ ലെഗ്രാഞ്ചസ് മൾട്ടിപ്ലൈസ് വെച്ച് സോൾവ് ചെയ്യുക മീൻസ് നമ്മൾ ഒരു പുതിയ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, we form the function എന്താണ്? capital F of xy lambda. Capital F is a function of xy and lambda. Lambda നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് വൈ ലാംഡ ഈസ് ഈക്വൽ ടു ഞാൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ലാംഡ ജി ഓഫ് എക്സ് വൈ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തരും, അതിനെ എഫ് ഓഫ് എക്സ് വൈ ആണ്. സോ ആ ഫംഗ്ഷനാണ് ഇവിടെ എഴുതുന്നത്. പ്ലസ് ലാംഡ ഇൻറ്റു എന്തും കൂടെ കൊടുക്കും? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൈഡ് കണ്ടീഷനിൽ നിന്ന് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം. സോ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ, അതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ലാംഡ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇനി ലെഗ്രാഞ്ചസ് കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ ഒരു 3 കണ്ടീഷൻസ് നമ്മൾ പറയും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ലാംഡ. അങ്ങനെയാണെങ്കിൽ എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ലാംഡ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് മൂന്നും ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കും. സോ ഇതാണ് ആ കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ലെഗ്രാഞ്ചിയൻ മൾട്ടിപ്ലൈസ് മെത്തേഡ്. സോ ലെഗ്രാഞ്ചിയൻ മൾട്ടിപ്ലൈസ് മെത്തേഡിൽ നമ്മൾ ആദ്യം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യണം. സ്മോൾ എഫും സ്മോൾ ജി ഉപയോഗിച്ച് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യണം. ഒരു ലാംഡ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ്.
എന്നിട്ട് എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു ലാംഡ കണ്ടുപിടിക്കുക, അത് സീറോയോട് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, എക്സും വൈയും കണ്ടുപിടിക്കാം. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ. കണ്ടോ, ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു സീറോ. മൂന്നാമത് ഡോ എഫ് ബൈ ഡോ ലാംഡ ഈക്വൽ ടു സീറോ. സോ ഇത് മൂന്നുമാണ് എൻ്റെ കണ്ടീഷൻസ്. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തിൽ അങ്ങ് ഇവാലുവേറ്റ് ചെയ്ത് ഈ കണ്ടീഷൻ കൊടുത്താൽ മതി. ഇനി ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ എഫിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യലി എടുക്കണം. സോ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എന്ത് കിട്ടും? ലാംഡ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ലാംഡ ഇൻറ്റു എന്ത് കിട്ടും? ലാംഡ ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ലാംഡ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് എന്ന് കിട്ടും. അതാണ് ഡോ എഫ് ബൈ ഡോ എക്സ് എഴുതിയിരിക്കുന്നത്. ഡോ ക്യാപിറ്റൽ എഫ് ബൈ ഡോ എക്സ് എന്ന് വരും. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ. ഇതിങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ജനറലി ആ ഇക്വേഷനെ ഡെറിവേറ്റീവ് എടുത്തതേ ഉള്ളൂ. നിങ്ങളിവിടെ എഴുതിയ എക്സ്പ്രഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അങ്ങ് എടുത്താൽ മതി, ഡോ ക്യാപിറ്റൽ എഫ് ബൈ ഡോ എക്സ് പറയുമ്പോൾ. എന്നിട്ട് അതിനെ ഈക്വൽ ടു സീറോ കൊടുത്താൽ മതി. ഇനി ഞാൻ അടുത്തത് ഡോ ക്യാപിറ്റൽ എഫ് ബൈ ഡോ വൈ എടുത്താൽ ഇവിടെ എടുക്കുമ്പോൾ എന്ത് വരും? ഡോ സ്മോൾ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഇൻറ്റു ഡോ സ്മോൾ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ഇക്വേഷൻ ഡോ എഫ് ബൈ ഡോ ക്യാപിറ്റൽ എഫ് ബൈ ഡോ ലാംഡ. ഡോ ലാംഡ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അത് സീറോ ആയി പോകും. പ്ലസ് എന്താണ് ഇവിടെ അടുത്ത ടേമിൽ ലാംഡ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് 1 ജി ഓഫ് എക്സ് വൈ ഇസ് എ കോൺസ്റ്റന്റ്. സോ എന്ത് കിട്ടും? വെറും ജി ഓഫ് എക്സ് വൈ. സോ ഡോ എഫ് ബൈ ഡോ ലാംഡ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, അതിനെയും ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡിലെ കൺസ്ട്രെയിൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. അതായത് നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുക, സ്മോൾ എഫ് പ്ലസ് ലാംഡ ഇൻറ്റു സ്മോൾ ജി. അതിനുശേഷം ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അത് മൂന്നും കൂടെ സോൾവ് ചെയ്യാം. ഇത് മൂന്നും സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ ലാംഡ ഇൻവോൾവ് ആവും. ഈ ലാംഡ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്യണം. ലാംഡ ഈ രണ്ട് ഇക്വേഷൻസ്, ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ലാംഡ എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ സാധിക്കും ഈ 3 ഇക്വേഷൻസിൽ നിന്ന്. അങ്ങനെയാണ് അത് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡും ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡും സെയിം ആണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കുക, ഇഫ് ലാംഡ ഈസ് എലിമിനേറ്റഡ് ഫ്രം ഫസ്റ്റ് 2 ഓഫ് ദീസ് ഇക്വേഷൻസ്. ഈ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് ഞാൻ ലാംഡ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ഇക്വേഷൻസിൽ നിന്ന് എഴുതാൻ സാധിക്കും, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ അങ്ങനെ ലാംഡ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക ദാറ്റ് റെഡ്യൂസസ് ടു എന്താണ്? ഈ ഇക്വേഷൻ ആണ്. അതായത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളൊരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തെടുത്തില്ലേ, ആ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക ആദ്യത്തെ രണ്ട് ഇക്വേഷനിൽ നിന്ന് ലാംഡ എലിമിനേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഇവിടെ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ. സോ ഈ ലാംഡ എലിമിനേറ്റ് ചെയ്ത് ഈ ഇക്വേഷനും ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോയും വെച്ച് സോൾവ് ചെയ്യാം. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് മെത്തേഡ്സും ഇക്വലന്റ് ആണ്. അതായത് ഈ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷൻസിന് തുല്യമാണ്. സോ ഈ രണ്ട് മെത്തേഡും ഇക്വലന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതിന്റെ പ്രൂഫിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഈ രണ്ട് മെത്തേഡിന്റെ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക, എസ്പെഷ്യലി ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡിന്റെ ഫോർമുല. ഇനി ഇതിനെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വേരിയബിൾ ആണ് ലാംഡ എന്ന് പറയുന്ന ഈ വേരിയബിൾ. ദിസ് ദ പാരാമീറ്റർ ലാംഡ ഇസ് കോൾഡ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാരാമീറ്റർ ലാംഡയാണ്. ലാംഡയുടെ പേരാണ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ. അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പാരാമീറ്റർ ലാംഡയാണ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ എന്നറിയപ്പെടുന്നത്. സോ അതുകൊണ്ട് ഈ മെത്തേഡിനെ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ മോഡൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലഗ്രാഞ്ചെ മെത്തേഡ്. അതായത് പ്രോബ്ലം എന്താണ്? നമുക്കൊരു ഓർഡർ പെയർ എക്സ് വൈ കണ്ടുപിടിക്കണം. സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റേഷണറി വാല്യൂ അസ്യൂം ചെയ്യുക. അതായത് മാക്സിമോ മിനിമോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനോ സബ്ജക്ട് ടു ദി കണ്ടീഷൻ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അത് സോൾവ് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടു, ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ മെത്തേഡ് നമ്മൾ കണ്ടു. നിങ്ങൾ ഈ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ മെത്തേഡിന്റെ പ്രോബ്ലം എന്താണ്, അതെങ്ങനെ ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ ആ 3 ഇക്വേഷൻസ് അത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ 3 ഇക്വേഷൻസ് എന്താണ്, ഇതൊക്കെ പഠിച്ചു വെക്കണം. കാരണം നിങ്ങളോട് ഡിഫൈൻ ലഗ്രാഞ്ചെ മെത്തേഡ് അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ലഗ്രാഞ്ചെ മെത്തേഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോബ്ലം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ പോയിന്റ് എക്സ് വൈ such that the function z equal to f of xy assume stationary value subject to the condition g of xy is equal to 0. അതാണ് നമ്മുടെ പ്രോബ്ലം പറയുക, പിന്നെ നമ്മുടെ ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്യുക, ഈ 3 കൺസ്ട്രെയിൻസ്. ഇതാണ് നമ്മളിവിടെ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താണ് നമ്മൾ എക്സും വൈ ഓർഡർ പെർ എക്സ് വൈ കണ്ടുപിടിക്കുക, അത് പറയുക. അതിനുശേഷം ഈ ലാംഡ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറയണം. ഓക്കെ.